പൊന്നാനിയിലെയും കുറ്റിച്ചിറയിലെയും പള്ളികളുടെ അകം കാണാൻ കേരളത്തിലെ സ്ത്രീകൾ ബഹിരാകാശം വരെ പോയിട്ട് വരേണ്ടതുണ്ടോ? എഴുത്തുകാരി ഫർസാനയുടെ ചോദ്യമാണിത്. സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിച്ചിരുന്ന കുറ്റിച്ചിറ മിസ്കാൽ പള്ളിയിൽ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ് കഴിഞ്ഞ ദിവസം സന്ദർശിച്ചു. അതിന് പിന്നാലെയാണ് ഫർസാനയുടെ പ്രതികരണം. നേരത്തെ മിസ്കാൽ പള്ളിയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാത്തതിൽ ഗവേഷകരടക്കമുള്ള സ്ത്രീകൾ വിമർശനം ഉന്നയിച്ചിരുന്നതാണ്. ചരിത്രപ്രധാനമാണ് മിസ്കാൽ പള്ളി. ഇതിന്റെ അകം കാണണമെന്ന ആഗ്രഹത്താൽ അവിടേക്ക് പോയിരുന്നു. അനുവദിക്കില്ലെന്ന മറുപടിയാണ് ലഭിച്ചത്. ഇപ്പോഴിതാ കോഴിക്കോട്ടേക്ക് വന്ന സുനിത വില്യംസ് മിസ്കാൽ പള്ളിക്കകം കണ്ടു എന്നുള്ള വാർത്തകൾ വരുന്നു. സ്വന്തം സമുദായത്തിലെ സ്ത്രീകളെ കണ്ടാൽ അകത്തേക്ക് കയറ്റാതെ ഉറഞ്ഞു തുള്ളുന്ന പുരോഹിതർ പക്ഷെ സുനിത വില്യംസിനെ കണ്ടപ്പോൾ കവാത്തു മറന്നത് എന്താണ് എന്ന് ഫർസാന ചോദിക്കുന്നു. ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ് കുറ്റിച്ചിറ മിസ്കാൽ പള്ളിയിൽ കയറിയതിന് പിന്നാലെ സമൂഹമാധ്യമങ്ങളിൽ പുതിയ ചർച്ചകളാണ് ഉണ്ടാകുന്നത്. സുനിത വില്യംസിന് കയറാവുന്ന പള്ളിയിൽ നാട്ടിലെ സ്ത്രീകൾക്കും വിനോദസഞ്ചാരികളായ സ്ത്രീകൾക്കും പ്രവേശനം നൽകാത്തത് എന്ത് എന്ന ചോദ്യം ഉന്നയിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ചിലർ. കോഴിക്കോട് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ മുഖ്യ അതിഥിയായെത്തിയ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ് ഹെറിറ്റേജ് വാക്കിന്റെ ഭാഗമായാണ് ചരിത്രപ്രസിദ്ധമായ കുറ്റിച്ചിറ മിസ്കാൽ പള്ളി സന്ദർശിച്ചത്. സുനിതയുടെ സന്ദർശനത്തിന്റെ ഫോട്ടോസ്, വീഡിയോകൾ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലാണ് വൈറലായത്. അതിന് പിന്നാലെയാണ് സോഷ്യൽ മീഡിയയിൽ ചോദ്യങ്ങൾ ഇത്തരത്തിൽ ഉയർന്നത്. സുനിത വില്യംസിന് കയറാവുന്ന ഒരു പള്ളി, അവിടെ നാട്ടിലുള്ളവർക്കും സഞ്ചാരികളായ വനിതകൾക്കും സന്ദർശിക്കാൻ വാതിലുകൾ തുറക്കണമെന്ന ആവശ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശക്തമായിരിക്കുന്നത്. പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ തുടർന്നോട്ടെ, അങ്ങനെയാണെങ്കിലും ചരിത്ര സ്മാരകമല്ലേ, അതിന്റെ അകം സ്ത്രീകൾ കൂടി കാണാൻ പ്രവേശനം അനുവദിക്കണമെന്നാണ് ആവശ്യം. നമസ്കരിക്കാൻ കയറ്റില്ലെങ്കിലും ചരിത്ര സ്മാരകത്തിന്റെ അകം സ്ത്രീകൾ കൂടി കാണാൻ പറ്റുന്ന രൂപത്തിൽ മാറ്റണമെന്ന് യുവ എഴുത്തുകാരി ഹന്ന മെയ്ത്തറും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. ഹെറിറ്റേജ് വാക്ക് നടത്തുമ്പോൾ സ്ത്രീകളെ പുറത്തു നിർത്തുന്നത് വളരെ വിഷമം തോന്നാറുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് ഫിൻലൻഡ്, ഇറ്റലി, ജർമ്മനി എന്നിവിടങ്ങളിൽ നിന്നുള്ളവരുമായി നടത്തിയ ഹെറിറ്റേജ് വാക്കിൽ സംഘത്തിലുണ്ടായിരുന്ന സ്ത്രീകൾക്ക് പള്ളിക്കകത്ത് കയറാൻ അനുമതി ലഭിച്ചില്ല. എന്നാൽ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്ന പുരുഷന് പള്ളിക്കകത്ത് കയറാൻ അനുവാദം ലഭിച്ചു. അദ്ദേഹം അകത്ത് കയറി പള്ളി പൂർണ്ണമായും കാണുകയും വീഡിയോകളും പകർത്തിയാണ് മടങ്ങിയത്. താനടക്കം കൂടെ ഉണ്ടായിരുന്ന 4 സ്ത്രീകൾക്കും അദ്ദേഹം തിരിച്ചു വരുന്നതുവരെ പള്ളിക്ക് പുറത്ത് കാത്തു നിൽക്കേണ്ടി വന്നു എന്നും മേത്തർ കുറിച്ചിട്ടുണ്ട്. എന്നാൽ സുനിത വില്യംസിന്റെ സന്ദർശനത്തിലെ ഇളവുകൾ എപ്പോഴും അനുവദിക്കുന്നതല്ല എന്നാണ് വിവാദത്തിൽ പ്രതികരിച്ചുകൊണ്ട് മിഷ്കാൽ പള്ളി കമ്മിറ്റി സെക്രട്ടറി എൻ ഉമ്മർ പറയുന്നത്. സർക്കാരിന്റെ അതിഥിയാണവർ. VIP-കൾക്ക് പള്ളി സന്ദർശിക്കാൻ ഞങ്ങൾ അനുമതി നൽകാറുണ്ട്. പള്ളിയുടെ ചരിത്രവും വാസ്തുവിദ്യയും മനസ്സിലാക്കുന്നതിനുള്ള ഹെറിറ്റേജ് വാക്കിന്റെ ഭാഗമായിരുന്നു അവരുടെ സന്ദർശനം. മുൻകാലങ്ങളിൽ പള്ളിയുടെ വാസ്തുവിദ്യ അത്ഭുതങ്ങളെക്കുറിച്ച് പഠിക്കാൻ താല്പര്യം കാണിച്ച ചില വനിതാ പുരാവസ്തു ഗവേഷകർക്കും ചരിത്രകാരന്മാർക്കും പ്രവേശന അനുമതി നൽകിയിട്ടുണ്ട്. പള്ളിയുടെ പവിത്രത നിലനിർത്താനും അത് ഫോട്ടോഗ്രാഫിക്കുള്ള ഒരു ഇടമായി മാറുന്നില്ല എന്ന് ഉറപ്പാക്കാനും ഞങ്ങൾ ശ്രമിക്കുന്നു. അതേസമയം എന്നാൽ പള്ളിയിൽ എല്ലാവർക്കും പ്രവേശനം അനുവദിക്കുന്നത് പള്ളിയുടെ സാംസ്കാരിക പ്രസക്തിയെ ശക്തിപ്പെടുത്തുമെന്ന് കോഴിക്കോട് സ്വദേശിയായ പരമ്പരാഗത കാസി കുടുംബത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായ റാംസി ഇസ്മായിൽ പറഞ്ഞു. പള്ളിയെക്കുറിച്ച് പഠിക്കാൻ ഗൗരവമായ താല്പര്യം കാണിക്കുന്ന സ്ത്രീകളെ അകത്ത് പ്രവേശിക്കാൻ അനുവദിക്കണം. പഠന ആവശ്യങ്ങൾക്കായി വരുന്നവരെ ലിംഗഭേദമില്ലാതെ അനുവദിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.